ഓക്കെ, അപ്പോൾ ഇനി എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സെഷനും കൂടെ നമുക്ക് ബാക്കിയുണ്ട്. മറ്റാരുടേതുമല്ല, നമ്മുടെ CEO ആയിട്ടുള്ള അജ്മൽ സാറിൻ്റെ ഒരു സെഷനാണ്. അപ്പോൾ സാറിനെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് ഞാനും അശ്വയും കുറേ ചിന്തിച്ച് നിന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഏറ്റവും ബാക്ക് ബോൺ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് സാറിൻ്റെ ഉമ്മ ഇവിടെ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഉമ്മയെ ഒന്ന് വേദിയിലോട്ട് ക്ഷണിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങളെക്കാളൊക്കെ സാറിനെ കുറിച്ച് പറയാൻ തീർച്ചയായിട്ടും ഉമ്മയായിരിക്കും. യെസ്, അപ്പോൾ ഐഷ മാം പ്ലീസ്. ഗുഡ് ആഫ്റ്റർനൂൺ ടു എവരിബഡി. അപ്പോൾ ഇത് ഒരു പ്രോഗ്രാമായിട്ടൊന്നും കാണരുത്. ഞാനങ്ങനെ പ്രസംഗിച്ചും പറഞ്ഞൊന്നും ശീലമുള്ള ആളല്ല. അതുകൊണ്ട് പിന്നെ അജ്മലിനെ പറ്റി 2 വാക്ക് പറയണമെന്ന് ഇവർ നിർബന്ധിച്ചുകൊണ്ട് വന്നതാണ്. അജ്മലിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം എനിക്ക് എൻ്റെ കാര്യം പറയണം. ഞാനൊരു വെൽ എഡ്യൂക്കേറ്റഡ് ഫാമിലിയിലാണ് ജനിച്ചു വളർന്നത്. പക്ഷെ ഒരു പ്രോബ്ലം ആയിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ ഫാദർ ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പളായിരുന്നു. അദ്ദേഹത്തിന് എപ്പോഴും കുട്ടികൾ പഠിക്കണം 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 എന്നായിരുന്നു ഒരു ചിന്ത. അതുകൊണ്ട് ഞാൻ പഠിക്കുന്ന കാലത്ത് ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷേ അദ്ദേഹം പാപ്പ തൃശ്ശൂർ ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പളായിരുന്ന കാലത്ത് ഞാൻ 10ാം ക്ലാസ്സിലാണ്. ആ സമയത്ത് പരപ്പനങ്ങാടിയിൽ നിന്ന് രാവിലെ 6 മണിക്ക് ട്രെയിനിന് തൃശ്ശൂർ പോവും. 10 മണിക്കാണ് തിരിച്ചെത്തുക. 10 മണിക്ക് തിരിച്ചെത്തിയതിന് ശേഷം എന്നെ ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കും. എങ്ങനെ ഉണ്ടാവും? ഞാനെടുത്ത തീരുമാനമാണ്, എൻ്റെ മക്കളുണ്ടായാൽ ഒരിക്കലും പഠിക്കാൻ നിർബന്ധിക്കുകയില്ല എന്നൊരു തീരുമാനം. അതാണ് എൻ്റെ 3 മക്കളും ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ എത്താൻ കാരണമായിട്ട് ഉള്ളത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അത് നിങ്ങൾക്ക് വ്യക്തമാണല്ലോ എങ്ങനെയാണ് കുട്ടികളെ ശീലിപ്പിക്കേണ്ടത് എന്നുള്ളത്. നിങ്ങൾ അജ്മലിനോട് ചോദിച്ചാലും അറിയാം. ഒരിക്കലും ഞങ്ങളുടെ വീട്ടിൽ ഹസ്ബൻഡാണെങ്കിലും ഞാനാണെങ്കിലും ഇവരെ ഒരിക്കലും പഠിക്കാനുള്ളൊരു നിർബന്ധം കൊടുത്തിട്ടേ ഇല്ല. അവർ സ്വയം പഠിക്കുക. എൻ്റെ കൂടെ അടുക്കളയിൽ ഇരുന്നാണ് അജ്മൽ പഠിച്ചിരുന്നത്. ഞാൻ സ്കൂളിൽ 18 വയസ്സിൽ എൻ്റെ വിവാഹം കഴിഞ്ഞു. അതിനുശേഷം ഞാൻ സ്വന്തമായിട്ട് ബി എ ഡിഗ്രി PSMOയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വിവാഹം കഴിയുന്നത്. BA എഴുതിയെടുത്തു. ഇവനെ വെച്ചുകൊണ്ട് ഇവന് 3 മാസം പ്രായമായെന്നാണ് ഞാൻ ഫറൂഖ് ട്രെയിനിങ് കോളേജിൽ B.Ed ചേരുന്നത്. അതിനൊരിക്കലും എൻ്റെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ചേരാൻ കാരണം അവിടെ എൻ്റെ ഫാദറാണ് എന്നെ സഹായിച്ചത്. ഫാദർ പറഞ്ഞു, ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും, അതുകൊണ്ട് പഠിച്ചു വെക്കണം, വേണമെങ്കിൽ മാത്രം ഉപയോഗിക്കുക എന്നതുകൊണ്ടാണ് ഞാൻ B.Ed ചെയ്തത്. എൻ്റെ ഉമ്മ ടീച്ചറായിരുന്നു. ഉമ്മ ലീവ് എടുത്ത് അജ്മലിനെ നോക്കി 6 മാസം. പിന്നെ അതിന് ശേഷം ഒരാൾ വെക്കും. അങ്ങനെ ഞാൻ എന്നും കോട്ടക്കലിൽ നിന്ന് ഫറൂഖ് കോളേജിലേക്ക് ഒരേ ഒരു ബസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാമനാട്ടുകരയിലൂടെ ഫറൂഖ് ട്രെയിനിങ് കോളേജിലേക്ക് പോകുന്ന അത് കയറി. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ പഠിച്ചത്. വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് പക്ഷേ ജോലിക്ക് പോയില്ല. അങ്ങനെ ഞാൻ PG ചെയ്ത് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴേക്കിന് ഇവൻ്റെ താഴെയുള്ള കുട്ടി പ്രഗ്നൻ്റായി. B.Ed പരീക്ഷ എഴുതുമ്പോൾ 2ാമത്തെ ആൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ടാണ് പരീക്ഷ എഴുതുന്നത്. എന്നാലും നമുക്ക് സ്വന്തമായിട്ട് മനസ്സുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ സാധിക്കും എന്നുള്ള ഉദാഹരണം ഞാൻ തന്നെയാണ്. ഞാൻ അതിനുശേഷം 2ാമത്തെ മകളെ സ്കൂളിൽ ചേർത്തുമ്പോൾ കോട്ടയ്ക്കൽ ഒരു അൺഎയ്ഡഡ് സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തു. ഇവരെ 2 പേരെയും സ്കൂളിൽ കൊണ്ടുപോവുക എന്ന ഡ്യൂട്ടിയാണ് ഹസ്ബൻഡ് എന്നെ ഏൽപ്പിച്ചത്. അപ്പോഴും ജോലിക്ക് പോകുന്നൊന്നും താല്പര്യമില്ല, തുറന്നു തന്നെ പറയാണ്. പക്ഷേ ഞാൻ PSC എഴുതി യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്ത് അതിനുശേഷം ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. എന്നെ ജോലിക്ക് സുന്ദരമായിട്ട് പറഞ്ഞയച്ചു എന്നുള്ളതാണ്. അപ്പം അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് നമ്മൾ എന്താ വെച്ചാൽ എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളും ഉണ്ടായാലും ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പഠിച്ചെവിടെയെങ്കിലും എത്താൻ സാധിക്കില്ല. പക്ഷേ എനിക്കതിന് സാധിച്ചു. ഇനി അടുത്ത വർഷം ഞാൻ റിട്ടയർ ചെയ്യാണ്.
ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ G&A സെക്ഷനിൽ സെക്ഷൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അജ്മലിൻ്റെ കാലിബർ ശരിക്കും തിരിച്ചറിഞ്ഞത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് PSMO കോളേജിലെ റിട്ടയർഡ് പ്രൊഫസർ EM സാർ, അദ്ദേഹത്തെ ഓർക്കാതെ വയ്യ, എന്തൊരു എക്സാം എഴുതാൻ പോവുകയാണെങ്കിലും എന്നോട് പറയും, നിങ്ങൾക്ക് വേണ്ട പുസ്തകം വാങ്ങും, ആ പുസ്തകത്തിൻ്റെ പൈസ സ്കൂൾ ചെലവഴിക്കും. അങ്ങനെയാണ് ഞങ്ങൾ പുസ്തകങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഏത് പ്രോഗ്രാമിലും ഞാൻ അവനെ ഫോളോ ചെയ്യുന്നു. എന്ത് പ്രോഗ്രാം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ ഹിന്ദു അന്ന് ക്വിസ് കോമ്പറ്റീഷൻ നടത്തുന്ന ഒരു സ്റ്റേറ്റ് ലെവൽ ക്വിസ് കോമ്പറ്റീഷൻ നടത്തുന്ന സമയത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ അവർ പറഞ്ഞു 10ാം ക്ലാസ്സും അതിന് മുകളിലുള്ള കുട്ടികളെ മാത്രമേ എടുക്കുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു 10ാം ക്ലാസ്സിന് താഴെയുള്ള ഒരു കുട്ടി ആഗ്രഹിച്ചാൽ അത് കുഴപ്പമില്ല, പക്ഷെ +1 വരെ മാത്രം, അങ്ങനെ എന്തൊരു കണ്ടീഷൻ വെച്ച്. അങ്ങനെയാണ് അജ്മലിനെ ഞാൻ ഹിന്ദു ക്വിസ് കോമ്പറ്റീഷന് ഇവിടെ കൊണ്ടുവരുന്നത്. ടാഗോർ സെമിനറി ഹാളിൽ വല്ലാത്തൊരു പ്രോഗ്രാമായിരുന്നത്. അന്ന് ഈ കുട്ടികളുടെ കൂടെ മത്സരിച്ച് 4ാം സ്ഥാനം ലഭിക്കുകയും ഒരുപാട് സമ്മാനങ്ങൾ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് ബസ്സിന് പോരുന്ന സമയത്ത് കൊണ്ടുവരാൻ സാധിച്ചില്ല. അത്രയും സമ്മാനങ്ങളുമായിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുക, പുസ്തകത്തിൻ്റെ നടുവിൽ കിടന്നാണ് അജ്മൽ ഉറങ്ങുക. പുസ്തകങ്ങൾ ചുറ്റുമുണ്ടാവും, അതിൻ്റെ നടുവിലൊരു കുറച്ച് സ്പേസ്, അവിടെ പോയിട്ട് രാത്രി ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യണം, അങ്ങനെയാണ് ഉറക്കം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് IIT പറ്റിയോ NIT പറ്റിയോ ഒന്നും എനിക്കും വിവരമുണ്ടായിരുന്നില്ല. +2 കഴിഞ്ഞതിന് ശേഷമാണ് PKM സ്കൂളിലൊരു അനീഷ് എന്ന് പറയുന്നൊരു സാറുണ്ടായിരുന്നു. അതാണ് രഞ്ജിത്ത് സാറ് എന്നോട് പറഞ്ഞു, അജ്മലിനെ നിങ്ങൾ CET കൊണ്ടുപോയി ചേർത്തരുത്, IIT എന്ന് പറയുന്നൊരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കൊണ്ടുപോയി ചേർക്കാം. അജ്മലിൻ്റെ ഫാദർ ഡോക്ടറാണ്, അതുകൊണ്ടായിരിക്കണം എന്നെ പഠിക്കാൻ വിടാനൊക്കെ മടിച്ചത്, കാരണം ഡോക്ടേഴ്സിന് എപ്പോഴും തിരക്കാണല്ലോ. പിന്നെ അങ്ങനെയാണ് ഞങ്ങൾ IITക്ക് വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതും. യൂണിവേഴ്സിറ്റിയിൽ 9 കുട്ടികളെ വെച്ച് അജ്മലിന് വേണ്ടി തന്നെയാണെന്ന് ഞാൻ പറയാം, ഒരു ബാച്ച് അവർ തുടങ്ങിയതാണ്. 9 കുട്ടികൾ, അതിൽ അജ്മലിന് മാത്രമാണ് IIT കിട്ടിയത്, 2 കുട്ടികൾ NIT സ്കോർ ചെയ്തെന്ന് ഞാൻ ഓർക്കുന്നത്. പിന്നെ അജ്മലിന് എല്ലാത്തിലും റാങ്കായിരുന്നു, പക്ഷേ അവന് ഓർക്കുന്നുണ്ടാവില്ല. കേരള റാങ്ക് 12, പിന്നെ ICAR റാങ്ക് 3, കുസാറ്റ് 8, പിന്നെ IIII 786 സംതിങ്, പിന്നെ IIT 2064, അത് കമ്മ്യൂണിറ്റി റാങ്ക് 264, അങ്ങനെയായിരുന്നു റാങ്ക്. അതുകൊണ്ട് എല്ലാത്തിനും റാങ്ക്, ഏത് എക്സാം എഴുതിയാലും റാങ്ക് കിട്ടിയിരുന്നു. അപ്പോൾ അവനെ കണ്ടുകൊണ്ട് തന്നെ എൻ്റെ 2 മക്കളും പഠിച്ചു എന്നുള്ളത് എനിക്ക് വളരെയധികം ഒരു പ്രോത്സാഹനം കൊടുക്കാൻ പറ്റി. എൻ്റെ വീട്ടിലുണ്ടായിരുന്ന പ്രശ്നം, പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ ഉമ്മ ഞങ്ങളെ ചീത്ത പറയുന്നില്ല എന്നതായിരുന്നു. എൻ്റെ 2ാമത്തെ മോള് എപ്പോഴും വന്ന് കരഞ്ഞ് പറഞ്ഞിരുന്നു, ഉമ്മ എന്തുകൊണ്ട് ചീത്ത പറയുന്നില്ല, മാർക്ക് കുറഞ്ഞില്ല, അതായത് അവൾക്ക് എപ്പോഴും ഫസ്റ്റ് ആവണം, അതായിരുന്നു പ്രശ്നം. അപ്പോൾ ആ രീതിയിലാണ്. പിന്നെ TV, അന്നത്തെ പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ മീഡിയ TV മാത്രമാണല്ലോ. TV-യിൽ അന്ന് ദൂരദർശൻ മാത്രമേ ഉള്ളൂ. എന്നാലും ഞങ്ങൾ +2 കഴിയുന്നവരെ ഇവിടെ TV വേണ്ട എന്ന് എൻ്റെ കുട്ടികൾ എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ TV കട്ടാക്കിയിട്ടുള്ളത്. ആ രീതിയിലായിരുന്നു അവരുടെ പഠിത്തം. ഓക്കെ, ഏതായാലും കുട്ടികളുടെ പാഷനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് കുട്ടികളെ വേണ്ട വിധത്തിലേക്ക് വിടുക. ഇവന് ഒരു ഡോക്ടറായ ഉപ്പയുടെ മകനായിട്ട് പോലും ഡോക്ടർ ആവാതിരുന്നത് അവൻ്റെ പാഷൻ ഇതാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. 2ാമത്തെ ആൾ ജിപ്മറിലാണ് പഠിച്ചത്, അവൾക്കും ഇതേ പാഷനിലായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് ആയിരുന്നു, ഒരാൾ ഫാദറിൻ്റെ വഴി പിന്തുടരാൻ ഉണ്ടായാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പം തന്നെ എന്നോട് പറഞ്ഞ് ജിപ്മറിൽ കിട്ടിയാൽ പറഞ്ഞേക്കുമോ, എയിംസിൽ പോകണം എനിക്കെന്ന് പറഞ്ഞു. അപ്പോൾ എയിംസ് ഞാൻ പറഞ്ഞ പ്രയാസമാണ്, അന്നൊക്കെ ഡൽഹിയിൽ നിന്ന് വരികയെന്നൊക്കെ ഉള്ള പ്രയാസമാണ്, അതുകൊണ്ട് ജിപ്മർ പറഞ്ഞേക്കുമെന്ന് ചോദിച്ചു. അതേ പറഞ്ഞു, 4ഉം അങ്ങ് വാങ്ങി. എയിംസ് വാങ്ങി, ജിപ്മർ വാങ്ങി, പിന്നെ ഓൾ ഇന്ത്യ വാങ്ങി, കേരള 350 റാങ്കിൽ അതും വാങ്ങി. പിന്നെ നമുക്ക് നിവൃത്തിയില്ലല്ലോ, അങ്ങനെയാണ്. 3ാമത്തെ ആളാണ് NIT-യിലാണ്, NIT കാലിക്കറ്റിലാണ് പഠിച്ചത്. IIT വാരാണസിയിൽ കിട്ടിയിരുന്നു, പക്ഷേ മെറ്റലർജി ആയതുകൊണ്ട് നമ്മളത് വേണ്ട വെച്ചു. പിന്നെ അവൾ നന്നായിട്ട് വരക്കും, അവളുടെ പാഷൻ ഞാനിപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ PG
MDes പോകണമെന്ന് പറഞ്ഞപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ എന്തായാലും അവളെ PG പഠിപ്പിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ എവിടെയെങ്കിലും ഒരു ഇൻസ്പിറേഷൻ കുട്ടികൾക്കും പാരൻസിനും കിട്ടുമെങ്കിൽ നിങ്ങൾ അത് ഫോളോ ചെയ്യുക. ബാക്കി അജ്മൽ പറയും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.